Good afternoon, ma'am. Oh, good afternoon. Good Sorry, afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. Miss. Good afternoon, ma'am. Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. സൈൻ ഇൻ ചെയ്യട്ടെ മാം. ചെയ്യാം. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന മാം എല്ലാരും. അപ്പോ ഞാൻ തന്നെ കോർഡിനേറ്റർ, പിന്നെ അജിത പറയുന്ന ആള് കോർഡിനേറ്റർ ആയിട്ടുണ്ട് മാം ഈ മന്ത്ക്ക്. അമ്മ ഡിസൈഡ് ചെയ്തു മന്ത്ലി ചേഞ്ച് ആവാന്ന്, എല്ലാവർക്കും ചാൻസ് കിട്ടിയിട്ട് പറഞ്ഞിട്ട് മന്ത്ലി കോർഡിനേറ്ററും അങ്ങനെ സൈൻ ഇൻ സൈൻ ഓഫ് ചെയ്തിട്ടുണ്ട് മാം. അപ്പൊ സൈൻ ഇൻ ഞാൻ ചെയ്തോളാം. Good afternoon, ma'am, and good afternoon, all. On behalf of the class, I would like to welcome our teacher today's class, and welcome to all. We are excited to have you as our teacher, and we are looking forward to learning from you, ma'am. And let's begin our class with prayer and thoughts and action song, ma'am. Prayer, Amisha ചെയ്യുന്നുണ്ട്. അമിഷ പ്രേയർ ചെയ്യുന്നുണ്ട്. Good afternoon, ma'am. Good afternoon. Okay, എൻ്റെ പേര് അമീഷ സുൽത്താന. കേക്കാവോ മാം? കേക്കാം പറഞ്ഞോളൂ. ഓക്കെ, പ്രെയർ ആണ്. അപ്പൊ തുടങ്ങുമല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. എനിക്ക് ജലദോഷം ഉണ്ട്, അതുകൊണ്ട് വോയിസ് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. സാരില്ല. ഓക്കെ, ശരി. ഒരു മിനിറ്റ്. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe that we shall overcome someday. We are not afraid, we are not afraid, we are not afraid any day. Oh, deep in my heart, I do believe that we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe that we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe that we shall overcome someday. A thought from Bushra. Good afternoon, ma'am. Good afternoon, all. എൻ്റെ പേര് ആയിഷത്തുൽ ബുഷ്ര. You cannot change your future, but you can change your habits, and surely your habits will change your future. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റും. APJ അബ്ദുൽ കലാം സർ. താങ്ക് യു. മാം, ആക്ഷൻ സോങ്. അപ്പൊ രമ്യ പറഞ്ഞാൽ ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ മാം? ഇപ്പൊ ചെയ്യാം. രമ്യ ഓഡിയോ ആയിട്ട് മതിയോ? മതി. ഓഡിയോ ആയിട്ട് മതി. Action song. Clap your hands. Clap your hands. Clap your hands. Listen to the music. Listen to the music. And clap your hands. Stamp your feet. Stamp your feet. Listen to the music. Listen to the music. Stamp your feet. Turn around. Turn around. Listen to the music and turn around. Thank you, ma'am. വെരി ഗുഡ്. താങ്ക് യു മാം, ആൻഡ് താങ്ക് യു. ആദ്യമായിട്ട് ചെയ്ത് കണക്ക് ഫുൾ നെർവസ് ആയിട്ടുണ്ടോ മാം? തെറ്റുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസസ്.
ഒരു തെറ്റുമില്ല, നന്നായിട്ട് ചെയ്തു, എല്ലാരും നന്നായിട്ട് ചെയ്തു കേട്ടോ. Thank you, ma'am. ന്യൂ ബാച്ചസ് ആണെന്ന് പറയില്ല, നല്ലൊരു കറക്റ്റ് ഒരു ഓർഡറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനും കേൾക്കാനും ഒക്കെ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് എന്താ പറയാ, കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം ആർക്കെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരാളൊന്ന് മുന്നോട്ട് വരിക. ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ആ പിന്നെ എന്താണ് ഗുഡ് ഹെൽത്തിനെ കുറിച്ച്, ഗുഡ് ഫുഡിനെ കുറിച്ച്, പിന്നെ എക്സസൈസ് അങ്ങനെ കാര്യങ്ങൾ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. പിന്നെ WHO കുറിച്ച് പറഞ്ഞു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. പിന്നെ ടീച്ചർ ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു ഫുഡ് ചാർട്ട് ചെയ്യാന്. ആ ചെയ്തായിരുന്നോ? അതൊക്കെയാണ്. ചെയ്തായിരുന്നു. Yes, ma'am. അടുത്ത ആഴ്ച തിങ്കളാഴ്ച മിസ് അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ. ആ തിങ്കളാഴ്ച ഞാനത് അസൈൻമെന്റ് ആയിട്ട് അടുത്ത തിങ്കളാഴ്ച മിസ്സേ പറഞ്ഞേക്കുന്നത്. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ മിസ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി തന്നായിരുന്നു. അടുത്ത ആഴ്ചത്തേക്ക് എല്ലാവരും റെഡി ആയിട്ട് വരാട്ട് ചെയ്യാനായിട്ട്. കാണിക്കല്ല ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് വീഡിയോ ഓൺ ചെയ്ത് കാണിച്ചാൽ മതി എങ്ങനെയാണ് എന്നിട്ട് ചെയ്തത്. Okay, ma'am. Almost ഇന്ന് submit ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് കുറെ ആളത്. ബാക്കി നാളെ അടുത്ത ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാവുന്ന. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ചെയ്ത് അടുത്ത ക്ലാസ്സില് എല്ലാവരും കാണിച്ചാൽ മതി. ഓക്കെ മാം, ആ വർക്ക് ഈ ക്ലാസ് നടക്കുമ്പോൾ വീഡിയോ നോക്കി കാണിച്ചാൽ മതിയോ? മതി മതി, അത് മതി. ആക്ടിവിറ്റി ആയിട്ടല്ലേ ഇന്ന് കാണിക്കണം മിസ്സേ. എന്താണ് ഉണ്ണി മേരി ചാർട്ട് ചെയ്തു, ഇന്ന് കാണിക്കുന്നത് സബ്മിറ്റ് ചെയ്യട്ടെ. അത് എക്കോ വരുന്നുണ്ട്. ഒന്ന് അജിത ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. അജിത മ്യൂട്ട് ചെയ്യാ. എക്കോ വരുന്നുണ്ട്. ഞാൻ പറയുന്ന ആള് മാത്രം ഓൺ ചെയ്താൽ മതി. അജിത മ്യൂട്ട് ചെയ്യട്ടോ. അജിതയുടെ മൈക്ക് ഓൺ ആണ്. ഓക്കെ, എന്താണ് ഉണ്ണി മേരി എന്താ പറഞ്ഞേ? മിസ്സേ ഞാൻ ചെയ്ത് കഴിഞ്ഞു, അപ്പൊ ഇന്ന് സബ്മിറ്റ് ചെയ്യണോന്നാ ചോദിച്ചേ. ഞാൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനാണോ പറഞ്ഞത്? അസൈൻമെന്റ് ആയിട്ടാണോ തന്നത്? ആക്ടിവിറ്റി അല്ലേ തന്നത്? കയ്യിൽ വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ. അതെ അതെ, അങ്ങനെ പറഞ്ഞേ. രണ്ട് തരമുണ്ട് നമുക്ക്. ഒന്ന് ആക്ടിവിറ്റി ഉണ്ട്, ഒന്ന് അസൈൻമെന്റ് ഉണ്ട്. അസൈൻമെന്റ് ആണെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണം, അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അതിന്. ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ ചെയ്തു വെക്കുക, ഞാൻ പറയുന്ന നേരത്തെ വന്ന് തന്നെ കാണിച്ചു തരാം, നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാനുള്ളതാണ് കേട്ടോ. അസൈൻമെന്റ് ആയാലും ആക്ടിവിറ്റി ആണെങ്കിലും നിങ്ങളുടെ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്ഫുൾ ആകും, കുട്ടികൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനാ നമ്മളിത് നേരത്തെ തന്നെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ അസൈൻമെന്റ് ആണെങ്കിൽ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി, ആക്ടിവിറ്റി ആണെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന ആ ഒരു സമയത്ത് ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് ഒന്ന് കാണിച്ചു തന്നാൽ മതി. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോ. മാം, 2 ആഴ്ചത്തല്ലേ ചെയ്യാൻ പറഞ്ഞ, അപ്പം 2 ആഴ്ചത്തെ ഫുഡും വേണ്ടേ അതിനകത്ത്? ഒരാഴ്ചത്തെയല്ലേ ചെയ്യാൻ പറഞ്ഞത്? ഒരാഴ്ചത്തെയാണല്ലോ ചെയ്യാൻ. അതെ, ഒരാഴ്ചത്തെയാണ് പറഞ്ഞത്. ഒരാഴ്ചത്തെ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഒരാഴ്ച ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ നമ്മള് എന്താ പറഞ്ഞേ, നമ്മള് ഹെൽത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഹെൽത്ത് പറഞ്ഞു, അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ്, മെന്റൽ ഹെൽത്ത്, ഇതുമായി പ്രധാനപ്പെട്ടതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ചില സിംറ്റംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ഇതാണ് വെൽനെസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വെൽനെസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? എന്താ വെൽനെസ്? വെൽനെസ് എന്താ ഒന്ന് പറയാമോ ആരെങ്കിലും? ആർക്കെങ്കിലും അറിയാമോ വെൽനെസ് എന്താണ്? ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുവാണെങ്കിൽ വെൽനെസ് എന്താ? വാട്ട് ഈസ് മീൻ ബൈ വെൽനെസ്?
നമ്മുടെ ഹെൽത്ത് ആരോഗ്യമായിട്ട് ഇരുന്നാ നമ്മള് വെല്ലാണ്. അതാണ്. അതെ, അത് തന്നെയാണ്. അത് നമുക്കൊന്ന് കണക്ട് ചെയ്യാവുന്നതാണ് ആ പോയിന്റ്. അതായത് നമ്മൾക്ക് ഇപ്പോ എനിക്ക് ഞാന് എന്താണ്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് രോഗങ്ങളൊന്നുമില്ല, എന്റെ മെന്റൽ ഡെവലപ്മെന്റ് ഓക്കെയാണ്. ഈ രണ്ട് കാര്യങ്ങളുടെ കൊണ്ട് തന്നെ എന്താണ്, എനിക്ക് സന്തോഷം കിട്ടുകയാണ്, അല്ലെങ്കിൽ ഞാൻ വെല്ലാണെന്ന് എനിക്ക് പറയാൻ പറ്റും. സുഖം, സമാധാനം, സന്തോഷം, ഈ മൂന്ന് കാര്യങ്ങള് കൂടിച്ചേർന്നാൽ മാത്രമാണ് ഒരാള് വെൽ ആവാ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ വെൽനെസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സൊസൈറ്റിയില് കാര്യമായിട്ട് പരിഗണിക്കപ്പെടാതെ പോകുന്ന ചിലരുണ്ട്. അവരൊന്നും ആകും എന്ന് എന്താ പറയാ നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോ വലിയ രീതിയിൽ പഠിച്ചു, നല്ല രീതിയിലുള്ള റാങ്ക് മേടിച്ചു, നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു വീടുണ്ട്, ആവശ്യത്തിന് പൈസയുണ്ട്, ധാരാളം വണ്ടികൾ, വെഹിക്കിൾസ് ഉണ്ട് ഉപയോഗിക്കാനായിട്ട്, കാറും ബൈക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് സമാധാനം കിട്ടുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പൈസയുണ്ട്, റാങ്ക് ഉണ്ട്, റാങ്ക് മേടിച്ചിട്ടുണ്ട്, നല്ല രീതിയിലുള്ള നല്ല ഹൈ സാലറി മേടിക്കുന്ന ജോലിയാണ്, നല്ല വലിയ വീടുണ്ട്, വാഹനങ്ങളുണ്ട്, പക്ഷെ അവർക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അവര് വെൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടിയും സമാധാനം എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, സുഖം, സമാധാനം, സന്തോഷം, ഈ മൂന്ന് കാര്യങ്ങളും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? വെൽനെസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ സൗകര്യങ്ങളുണ്ട്, നമുക്ക് സുഖമുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയാ, വീട്ടില് എന്താ പറയാ, നമ്മുടെ ജോലിയിൽ നമ്മൾ ഹാപ്പിയാണ്, ഓക്കെയാണ്. പക്ഷെ വീട്ടിൽ വന്നാൽ നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ വെല്ലാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ തന്നെ ഇല്ല, പറയുന്നത് അല്ലേ? അപ്പോ ഇത്തരത്തില് സോഷ്യൽ ഇന്ററാക്ഷൻ, അതായത് ചില വ്യക്തികൾക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടാവണമെന്നില്ല. സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടാവണമെന്നില്ല എന്ന് പറയുന്നത്, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട് ജീവിക്കാനായിട്ട് അവർക്ക്, പക്ഷെ അവര് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല, ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുന്നില്ല കമ്മ്യൂണിറ്റിയുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നര വരുന്നു, പെട്ടെന്ന് തന്നെ ഇത്തരക്കാർ മരിച്ചു പോകും. സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് വെൽനെസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട്. നമുക്ക് എന്താ പറയാ, ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവര് ഒരു 50 വർഷം നീണ്ട ഒരു പഠനം നടത്തി. ആ പഠനത്തില് അവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഫാമിലിയുമായും അതുപോലെ തന്നെ മക്കളുമായും, ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഫ്രണ്ട് സർക്കിള്, ഇവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി, അല്ലെങ്കിൽ വെൽനെസ് ഇവർക്കാണ് ഉണ്ടാവുക എന്നാണ് പറയാൻ കേട്ടോ. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. കുറച്ച് നമുക്ക് കുറെ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നില്ല, അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മൾ വെല്ലാവോ? ഒരിക്കലും വെല്ലാവില്ല അല്ലെ, വെൽനെസ് ഉണ്ടാവില്ല. അപ്പോ കഴിയുന്ന സമയം എന്ത് ചെയ്യുക, ഫാമിലിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫാമിലിയിലെ ഹസ്ബൻഡുമായിട്ടും അതുപോലെ മക്കളുമായിട്ടും മറ്റു ഫാമിലി മെമ്പേഴ്സുമായിട്ടും നമ്മുടെ ഫ്രണ്ട് സർക്കിളുള്ളവരുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കാലം സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പല കാര്യങ്ങളുണ്ട്, പല ഇതിനകത്ത് വരുന്നുണ്ട്. എന്താ പറയാ, നമുക്ക് ഇപ്പോ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യമുണ്ട്, നമ്മള് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആണ്, നമ്മുടെ ജോലിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ എന്താ പറയാ ജോലി അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കോളേജ്, ഈ സ്ഥലത്തൊക്കെ കൂടെയുള്ള ആളുകളുമായിട്ടൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആണ്, നമുക്ക് പൈസ ഉണ്ട്, കയ്യില് ചെലവഴിക്കാനുള്ള പൈസ ഉണ്ട്, നമുക്ക് സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം നമ്മൾ വെല്ലാണെന്ന് പറയാം അല്ലെ. ഇപ്പൊ നമ്മള് എല്ലാരും ഉണ്ട്, നമുക്ക് കുറച്ച് പൈസ ഉണ്ട്, നമുക്ക് ജോലി നല്ല രീതിയിലുണ്ട്, പക്ഷെ ജോലി സ്ഥലത്ത് ചെല്ലുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ അവിടെ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ വെല്ലാവോ? ആവോ? ഇല്ല മിസ്. ഇല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് നല്ലതാണ്, നല്ല രീതിയിൽ ജോലി സ്ഥലം നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഫീല് തരുന്നുണ്ട്, ജോലിയിൽ ഉയർന്ന ആളുകൾ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്, നമ്മുടെ അടുത്ത് ക്യാഷ് ഉണ്ട്, പക്ഷെ വീട്ടിൽ ചെന്നാൽ എപ്പോഴും വഴക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ വെല്ലാവോ? ഇല്ല. ഇല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ
കാര്യങ്ങളാണ് വെൽനെസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു, പല കാര്യങ്ങളും കൂടി ചേർന്ന് പക്ഷെ ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ വെൽനെസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോ വെൽനെസ് കിട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് അവർക്ക് എല്ലാ തരത്തിലുള്ള, അവർക്ക് സുഖമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർ കംഫർട്ടബിൾ ആണ്, അവർ പഠിക്കുന്ന കോളേജിൽ അവർ കംഫർട്ടബിൾ ആണ്, എല്ലാവർക്കും അവർക്ക് എന്താ പറയാ ഒത്തിണങ്ങി കിട്ടുന്നു അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വെൽനെസ് എന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു അപൂർവം ചില ആളുകളിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. മനുഷ്യരായാലും എന്തെങ്കിലുമൊക്കെ കുറവുകളും ഇതൊക്കെ ഉണ്ടാവില്ലേ. എല്ലാവരും പൂർണ്ണമായിട്ട് 100% ഉണ്ടോ? ഇല്ലല്ലേ. അതെ, ഒന്നില്ലെങ്കിൽ നല്ല രീതിയിൽ ടാലന്റ് ഉണ്ടാവും, കുറവുണ്ടാവും, നല്ല രീതിയിൽ ടാലന്റുകൾ ഉണ്ടാകും, നല്ല കഴിവുകൾ ഉണ്ടാകും, നല്ല ജോലി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് ക്യാഷ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ അല്ലെ. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കി, എത്ര പേര് നല്ല രീതിയിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ടാലൻസ് ഉള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട്, അവർക്ക് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പല കാര്യങ്ങളും അവർക്ക് നിഷേധിക്കപ്പെടുന്നു സൊസൈറ്റിയിൽ. ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ PSC പഠിപ്പിക്കുന്ന ഒരാളാണ്. എന്തോരം സ്ഥലത്തൊക്കെ പോയി PSC ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. എന്തോരം ആളുകളാണ് PSCക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. നിങ്ങൾ കണ്ട് ഒരു പ്രവണത നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. കാരണം PSC മേഖലയിൽ അല്ലെങ്കിൽ PSC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ചില ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അച്ഛനും അമ്മയും ഗവൺമെന്റ് ജോലിക്കാര്, മകള് അങ്ങനെ ആവാനായിട്ട് താല്പര്യപ്പെടുന്നവര്, അല്ലെങ്കിൽ ക്യാഷ് ഉള്ള ടീംസ് ഒക്കെ ഉണ്ട്. ഇവർക്കൊക്കെ എപ്പോഴും നല്ലൊരു ഗുഡ് സിറ്റുവേഷൻ ആണ് ഒരുക്കി കൊടുക്കുന്നത് അല്ലെ. എന്നാല് തീരെ പാവപ്പെട്ട ആളുകൾ നിങ്ങൾ നോക്കി, അവരെന്തോരം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ആ ഒരു ടെസ്റ്റ് എഴുതി പാസ്സാകുന്നത്. ഇനി നല്ല രീതിയിൽ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അവർക്ക് പൈസ ഇല്ലാത്തത് മൂലം, അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് ഓപ്പോസിറ്റ് ആയത് മൂലം പഠിക്കാൻ പറ്റാതെ വരിക, പഠനം പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കുക, എന്നിട്ട് ജോലിക്ക് പോവുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ഏറെക്കുറെ കണ്ടുവരുന്ന ഒന്നാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യം. നിങ്ങൾക്കത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? സാഹചര്യങ്ങൾ മൂലം പഠനം ഉണ്ട് മാം. നമ്മളവിടെ നാട്ടില് പഴയ ഉമ്മമാരൊക്കെ പറയും, എല്ലാ സുഖങ്ങളും ഒരുപോലെ എല്ലാവർക്കും കിട്ടൂലെന്ന്. അതിലെന്തെങ്കിലും ഒരു കുറവ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു കുറവും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് കുറവുകൾ ഉണ്ടാകും. എന്താണ് ജിസ്ന? നമ്മളൊക്കെ അതിനുള്ള ഒരു ഉദാഹരണമാണെന്ന് പറഞ്ഞതാ. അന്നേരം നമ്മളെ ഇവിടെ നഴ്സിങ്ങിനൊക്കെ വിടാൻ സാമ്പത്തികം കുറവായിരുന്നു, അതുകൊണ്ട് അന്ന് പോയില്ല. ഇന്നതുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. ഈ ഒരു പ്ലാറ്റ്ഫോമില് വരുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കിട്ടും ചില സന്ദർഭങ്ങളിൽ മാത്രം. അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നിമിഷം ഉണ്ടാവും അല്ലെ. അതിനകത്ത് എല്ലാ കാര്യങ്ങളും എന്താ പറയാ അനുയോജ്യമായിട്ട് എന്താ പറയാ വന്നിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് എല്ലാ നമ്മൾ എന്താ പറയാ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ വെല്ലാണെന്ന് പറയാം. ഓക്കെ. മറിച്ച് എന്താ പറയാ ചില കാര്യങ്ങൾ കിട്ടിയില്ല, ചില കാര്യങ്ങൾ കിട്ടുന്നു, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ല, എല്ലായ്പ്പോഴും ഒരേപോലെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ വെൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് അധികം ആർക്കും കിട്ടാറുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലൈമറ്റ് വെൽനെസ് എന്ന് പറയുന്നത് പല ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ക്ലൈമറ്റ് വെൽനെസ് എന്ന് പറയുന്ന ഒരു വെൽനെസ് ഉണ്ട്. ഈയിടെ പഠനം നടത്തിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ക്ലൈമറ്റ് വെൽനെസ്. നമുക്കറിയാം നമ്മള് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ എന്താണ് പ്രത്യേകത നമ്മുടെ നാട്ടില് എന്ന് പറഞ്ഞേ നിങ്ങള്? ചൂട് ഭയങ്കര നല്ല ചൂടാണ്. ഭയങ്കര ചൂടാണ് അല്ലെ. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ അതികഠിനമായ ചൂടാണ് ഇപ്പൊ അനുഭവപ്പെടുന്നത്. ഇപ്പൊ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ, വരുമല്ലോ അടുത്ത മാസം ആകുമ്പോൾ മാർച്ച് ആകും, അപ്പൊ തുടങ്ങി ചൂട് വരാനായിട്ട് തുടങ്ങും. ഈ ചൂട് കൂടുമ്പോഴും നമ്മുടെ വളരെ അസ്വസ്ഥ ആകാറുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ചൂട് ഇങ്ങനെ ശരിയാണ്. അതുപോലെ തന്നെ തണുപ്പ് കൂടുമ്പോഴും എന്താണ് നമ്മള് അസ്വസ്ഥരാകാറുണ്ട്. പക്ഷെ തണുപ്പിനേക്കാളും എനിക്ക് തോന്നുന്നു ചൂട് കൂടുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട്, നമ്മൾ മലയാളികളെ കൂടുതലായിട്ട് അസ്വസ്ഥരാകുക. കാരണം എന്താ?
അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇത് വെൽനെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ചൂട് കൂടുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു. അപ്പൊ നമുക്ക് അവിടെ വെൽനെസ് കിട്ടുന്നില്ല. നമുക്ക് എല്ലാവരും ഉണ്ട്, നമ്മൾ ജോലി സ്ഥലത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മുടെ നല്ല ആഹാരം കഴിക്കുന്നു, പക്ഷെ ഏത് സമയം ചൂടെടുക്കുകയാണ്. നമ്മൾ വെല്ലാവോ അങ്ങനെയുള്ള സമയങ്ങളില്? ആവോ? നമുക്ക് ഉണ്ടാവുക അല്ലെ? അതെ. അതുപോലെ തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭയങ്കര തണുപ്പുള്ള സ്വിറ്റ്സർലാൻഡ് പോലുള്ള ഭയങ്കര തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. നോർവേ പോലുള്ള. നോർവേയിലൊക്കെ എന്ന് പറഞ്ഞാല് 6 മാസം പകലും 6 മാസം ഇരുട്ടും ഒക്കെയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ്, ഇരുട്ടൊക്കെ ആവുമ്പോൾ അവിടുത്തെ ആളുകൾ ഭയങ്കര അസ്വസ്ഥരാണ്. പിന്നെ അതുപോലെ തണുപ്പുള്ള രാജ്യങ്ങളിലാണെങ്കിൽ അവര് ഭയങ്കര എന്താ പറയാ, ഭയങ്കരമായിട്ട് ചൂടുള്ള ഡ്രസ്സ് ധരിക്കണം, സോക്സ് ധരിക്കണം, ഷൂ ധരിക്കണം. ഇതൊക്കെ ധരിക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പൊ ഇതൊക്കെ വെൽനെസ്സുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻവയൺമെന്റ്, പൊല്യൂഷൻ അല്ലെ, ധാരാളം പുക, പൊടി. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര പൊടിയൊക്കെ ഉണ്ടാവും, പുകയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം മൂക്കൊക്കെ മറക്കാനൊക്കെ നോക്കും അല്ലെ. അപ്പൊ അതൊക്കെ നമ്മുടെ വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയാ, നല്ലൊരു അന്തരീക്ഷം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അപ്പോഴും നമ്മൾ എന്താവുകയാണ്, അസ്വസ്ഥരാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ധാരാളം വണ്ടികൾ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് റോഡൊന്നും ക്രോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. ഇതൊക്കെ നമ്മുടെ വെൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചില കൾച്ചറുകളുണ്ട്, ചില സംസ്കാരങ്ങൾ ആളുകളുടെ, അതൊന്നും ചില ആളുകൾക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കൾച്ചറൽ ആയിട്ടുള്ള ചില സിസ്റ്റംസ്, ഹാബിറ്റുകളൊക്കെ ചിലർക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ വെൽനെസ്സുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയോ വെൽനെസ്സുമായി ബന്ധപ്പെട്ട്? യെസ് മാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി വെൽനെസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഇത് നമ്മള് വെൽനെസ്, അതായത് നമുക്ക് എല്ലായ്പ്പോഴും നമുക്കത് കിട്ടിയെന്ന് വരില്ലെങ്കിലും പരമാവധി ഇൻക്രീസ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ, നമുക്ക് ചില ടിപ്സുകൾ നമുക്ക് നോക്കാം. അതിനകത്ത് പറയുന്ന എന്തൊക്കെയാണെന്ന് നമ്മുടെ PDF ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ തന്നെ ആയിട്ട് പറയുന്നതാണ്. അതിനകത്ത് ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞാല് പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് ആയിരിക്കുക എപ്പോഴും. ലവ് ഉണ്ടാവുക, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, ഇഷ്ടപ്പെട്ട ചിലരോട് മിങ്കിൾ ചെയ്യുക. ഇതൊക്കെ എന്താണ്, നമുക്ക് വെൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വെൽനെസ് കൂട്ടുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഉണ്ടാവും അല്ലെ, അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങള്, നമുക്ക് ഇഷ്ടപ്പെട്ട ചില സ്ഥലങ്ങൾ ഉണ്ടാവും, അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും. നിങ്ങൾക്ക് അങ്ങനെ പ്ലേസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കാറുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, നമ്മൾ ഭയങ്കര ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്, അല്ലെങ്കിൽ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തെന്നില്ലാത്തൊരു സുഖവും സമാധാനവും ആയിരിക്കും അവിടെ കിട്ടുക. ചില പ്ലേസസ് ആളുകളുടെ വെൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കിട്ടുന്നതാണ് കേട്ടോ. ചില കാര്യങ്ങൾ, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കിട്ടും. നമ്മൾ കൂടുതലായിട്ട്, അതായത് വേറെ ഒന്നും നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്നു ഈ ജോലിയിൽ ഇപ്പൊ നമ്മള് അതിനകത്ത് ഫുൾ 100% നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളത് വർക്ക് ചെയ്യുവാണെങ്കിൽ അതും എന്താണ്, വെൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ എന്റെ ജോലി ഇവിടെ ചെയ്യാണ് അല്ലെ, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഇവിടെ? എന്താ ഞാൻ ജോലി ചെയ്യുന്നത്? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ, അതാണ് എന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോ പാഷനേറ്റ് ആയിട്ട് അത് ചെയ്യുക, അതിനകത്ത് 100% അതിനകത്ത് ഡെഡിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാനിതിവിടെ പറയുമ്പോൾ, ഞാൻ നിങ്ങളിവിടെ പഠിപ്പിക്കുമ്പോൾ എന്റെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഞാൻ നിങ്ങളോട് അത് ചെയ്യുക അല്ലെ, അതായത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോ ആ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെങ്കിൽ അത് വെൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ചില ബന്ധങ്ങള്, ചില നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്നതാണ് അല്ലെ. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുള്ളൂ, നല്ല ബന്ധങ്ങളിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ, അതല്ലെങ്കിൽ ചീത്ത ബന്ധങ്ങളാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നേ.
അല്ല. ആണോ? അല്ല. ആയിട്ടല്ലേ ഉണ്ടാവുക. മറിച്ച് നല്ല ബന്ധങ്ങള്, നല്ല സുഹൃത്ത് ബന്ധങ്ങള്, നല്ല എന്താ പറയാ ഫാമിലി ആയിട്ടും അതുപോലെ ഒക്കെ നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹെൽത്തി അല്ല എന്താ അത് നമ്മുടെ ഹെൽത്തിനെയും കൂടി ബാധിക്കും കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നല്ല ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ഉത്പാദിപ്പിക്കും, പ്രൊഡ്യൂസ് ചെയ്യും ഹാപ്പി ഹോർമോൺസ്, ഓക്സിറ്റോസിൻ അങ്ങനെയുള്ള ധാരാളം ഹോർമോൺ ഉണ്ട്, ഡോപാമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഒക്കെ ധാരാളം പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പർപ്പസ് ഉണ്ടായിരിക്കുക, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതും നമ്മുടെ വെൽനെസ്സുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക, അല്ലെ? നമ്മുടെ മുമ്പിൽ ആ ലക്ഷ്യം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ലക്ഷ്യം എപ്പോഴാണോ അത് സക്സസ് ആവുന്നത്, അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ആർക്കും തന്നെ തരാൻ പറ്റുന്ന ഒന്നല്ല. ഞങ്ങളുടെ അവസ്ഥ പോലെ മിസ്സേ, ഇപ്പൊ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ അതെ അതെ അതെ, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരോടാണെന്ന് അറിയില്ല, ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോടല്ലെന്നോ അല്ല നിങ്ങളോടാണെന്ന് എനിക്കറിയില്ല, റാഷ റിയാസ് നമ്മളോടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തോ ഫൗസിയ. അതെ അതെ, ഇപ്പൊ കൺഫ്യൂഷൻ ഒക്കെ മാറിയോ കുറച്ച്? തീർച്ചയായും മാറി. അപ്പോ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാല് എന്തായാലും ആ ഒരു ദിവസം നമ്മുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ ജോലിയും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു കോഴ്സ് മാത്രമല്ല, പല പല ജോലികളും പല പല കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനു വേണ്ടി പ്രയത്നിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ ആ ഒരു ഇത് അച്ചീവ്മെന്റ് ലാസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ, അത് ലോകത്തിൽ ഒന്നിനും വേറൊന്നിനും നൽകാൻ കഴിയുന്ന ഒന്നല്ല. നമ്മൾ തന്നെ അധ്വാനിച്ച് നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ നേടിയെടുക്കുന്നതാണ്. അതിന് വാല്യൂ കൂടുതലായിരിക്കും, അല്ലെ? അപ്പൊ അതുണ്ട്, അത് വെൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നമുക്ക്. അപ്പോ പിന്നെ അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ, പല പല നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് വെൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാം. നമുക്ക് ആ സമയത്തുണ്ട് പല അവാർഡുകൾ നമ്മൾ മേടിക്കുന്നു, ട്രോഫീസ് മേടിക്കുന്നു, സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കണ്ടുപിടുത്തം ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. അതൊക്കെ നമ്മുടെ അച്ചീവ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ എന്താണ്, വെൽനെസ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ തരത്തിലും നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുവാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞപ്പോ ഹെൽത്ത് പറഞ്ഞു, ഫിസിക്കൽ ഫിറ്റ്നസ്, മെന്റൽ ഡെവലപ്മെന്റ്, വെൽനെസ്, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് സുഖം, സമാധാനം, സന്തോഷം, ഈ 3 കാര്യങ്ങൾ കൂടിച്ചേർന്നാലാണ് ഒരു വ്യക്തി എന്താ പറയാ പൂർണ്ണമായിട്ടും എന്താ പറയാ ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ അവൻ വെല്ലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? നമുക്ക് നേരെ നമ്മുടെ PDF-ലോട്ട് പോകാം കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ചില കാര്യങ്ങളൊക്കെ ധാരണ കിട്ടിയിട്ടില്ലേ? ഇനി പറയിപ്പിക്കുള്ളൂ ഇനി ഞാനും പറഞ്ഞു തരാം, അതിനിടക്ക് നിങ്ങളോട് ചോദിക്കും. അപ്പോ ഞാൻ ഇവിടെ എടുത്തിടാം. ഇതൊന്ന് ഫസ്റ്റ് പേജ് ഒന്ന് വായിക്കുക കേട്ടോ. ഫസ്റ്റ് പേജ് ഒന്ന് വായിക്കാം. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി, ഉറക്കെ വായിക്കണം എന്നില്ല, മൈൻഡിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം. ഫസ്റ്റ് പേജ് മാത്രം. വെൽനെസ് വരെ വായിച്ചാൽ മതി കേട്ടോ.
ഓക്കെ, കഴിഞ്ഞു. So first one, health, physical fitness and wellness. എന്താണ് മനസ്സിലായത്? മുബീന, മുബീൻ എന്താണ് മനസ്സിലായത് വായിച്ചിട്ട്? എന്താ മനസ്സിലായത്? തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞോ, കുഴപ്പമില്ല കേട്ടോ. തെറ്റുകളൊക്കെ ആർക്കും സംഭവിക്കാവുന്നതാണ്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു. നല്ല നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാലും നല്ലതായിട്ടുള്ള ജീവിത ശൈലി ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യവാനായിട്ടിരിക്കും. പിന്നെ നല്ല ഹെൽത്തും അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വെൽനെസ്സും നല്ലതായിരിക്കും. പിന്നെ അതാണ് മനസ്സിലായത്. ഓക്കെ ഓക്കെ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇങ്ങോട്ട് പറയാ കേട്ടോ, ഞാൻ വിളിക്കുന്നില്ല, നിങ്ങളായിട്ട് തന്നെ മുമ്പോട്ട് വരിക. എന്താ മനസ്സിലായത് ആ ഫസ്റ്റ് ഒരു ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും സന്തോഷകരമായിട്ടും ഏറ്റവും മൂല്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ആണോ? അതാണ് മനസ്സിലായത് അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ തന്നെ പറയാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മെന്റലി ഒരാള് ഓക്കെ ആണെങ്കിലാണ് മെന്റലി ഓക്കെ ആവുമ്പോ മാം ആരോഗ്യപരവും മാനസികപരവുമായ ഒരു അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. നല്ലൊരവസ്ഥ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പിന്നെ കെയർ ആണ്. അതായത് ഇൻഡിവിജ്വൽ, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് നമ്മുടെ ഹാപ്പിയും നമ്മുടെ ഒരു മനുഷ്യന്റെ ഏറ്റവും ഡിപ്രഷനും വെറുതെയും ആക്ടിവിറ്റീസും. ഒരാള് പറയാ, ഒരാള് പറയാ കേട്ടോ. ഭയങ്കര വരുന്നുണ്ട്, ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഞാൻ ചോദിക്കാം. ഉണ്ണി മേരി എന്താ പറയാനുള്ളത്? ഉണ്ണി മേരി മാത്രം മൈക്ക് ഓൺ ചെയ്യാം. മിസ്, അതായത് നമ്മുടെ വന്നൊരു ഡ്യൂട്ടിയാണ്, ഒരാളുടെ സ്വന്തപരമായുള്ള ഒരു ഡ്യൂട്ടിയാണ് അവരുടെ ഹാപ്പി. അത് വന്ന് ഇപ്പൊ ഞാൻ തന്നെ, ഇപ്പൊ എന്റെ ഹാപ്പി ഞാൻ തന്നെയല്ലേ നമ്മള് നോക്കണ്ടേ? അപ്പൊ അങ്ങനെ ഒരു ഹ്യൂമൻ ലൈഫിൽ വന്നിട്ട് അവരവരുടെ ഡ്യൂട്ടിയാണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഹാപ്പിയും അതേപോലെ നമ്മുടെ സന്തോഷവും ഈ സമാധാനം ഇതൊക്കെ പറഞ്ഞില്ലേ മിസ് 3, അത് നമ്മുടെ നമ്മൾ തന്നെ അത് അന്വേഷിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റുള്ളവരിൽ അത് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. അതാണെന്ന് തോന്നുന്നു എനിക്ക് വായിച്ചിട്ട്. മനസ്സിലായോ? ശരിയാണ്, ഏകദേശം ഓക്കെയാണ്. ഇനി ആരാണ്? ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ടിരിക്കുക. അസുഖങ്ങളൊന്നുമില്ലാതെ ശാരീരികവും മാനസികവുമായിട്ട്. ഓക്കെ. ഇനി അടുത്തത് ആരാണ് പറയാനുള്ളത്? ഞാൻ പറയാൻ ആതിര. ഓക്കെ മാം. പിന്നെ പൂർണ്ണ ആരോഗ്യം എന്നത് പൂർണ്ണമായും ശാരീരികവും മാനസികവുമായ ക്ഷേമമാണ്. പിന്നെ അസുഖങ്ങളില്ലാത്തൊരവസ്ഥയാണ്, വൈകല്യങ്ങളോ രോഗങ്ങളോ ഇല്ലാത്തൊരവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഓക്കെ. നവമി ഷാജിയ. നവമി സജി. ഓക്കെ, പറഞ്ഞോളൂ. ഏതൊരു ഇൻഡിവിജ്വലിന്റെയും ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഒരു ഹാപ്പി ആൻഡ് വർത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വേണ്ട വിധം നമ്മുടെ വെൽനെസ് കൺസിഡർ ചെയ്താൽ മാത്രമാണ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് ഉണ്ടാവുള്ളൂ.
ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കുറച്ച് പേര് പറഞ്ഞു. ഇനിയും പറയാനുണ്ടോ? മാം ഞാൻ പറയാം. വിസ്മയ. ഓരോ വ്യക്തികളും സന്തോഷകരമായ ഒരു ലൈഫ് നയിക്കണത് ഓരോ വ്യക്തികളുടെയും കടമയാണ്. പിന്നെന്താ, ഇത് നമുക്ക് സാധ്യമാകുന്നത് എന്തെന്നാ, വെൽനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സാധ്യമാവുള്ളൂ. അതില് നമ്മുടെ ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അടുത്ത പോയിന്റ് പറയണോ? ഹെൽത്ത് ആ പോയിന്റിൽ പറയണത് നമ്മുടെ അസുഖത്തിൽ നിന്നൊക്കെ ഉള്ളൊരു ഫ്രീഡം ഫ്രം ഡിസീസ്, പോസിറ്റീവായിട്ട് ഇരിക്കുക മാത്രമല്ല, നമുക്ക് ആ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. പിന്നെന്തെന്നാ, പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണ സാധാരണ ഡെയിലി ടാസ്ക് ചെയ്യാൻ പറ്റണത്, അത് ചെയ്യാൻ പറ്റണം. പിന്നെ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യാനുള്ള ഒരു എനർജി, അങ്ങനെയാണ് തോന്നുന്നു മാം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് വെൽനെസ് ഉണ്ടാവുള്ളൂ. ഫിസിക്കൽ ഫിറ്റ്നസും ഹെൽത്തും ഈ രണ്ടും ഇൻക്ലൂഡഡ് ആയാൽ മാത്രമേ നമുക്ക് വെൽനെസ് ഉണ്ടാവുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ നല്ല പിള്ളേരാണ് കേട്ടോ, നല്ല ആക്റ്റീവായിട്ട് പറയുന്നുണ്ട്. ചില ക്ലാസ്സിലെ പിള്ളേരൊന്നും പറയില്ല, മിണ്ടാതിരിക്കും. അപ്പൊ നമുക്കൊരു ഇതുണ്ടാവില്ല, വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാവും അവിടെ നടക്കുക. പക്ഷെ നിങ്ങൾ നല്ല ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണ്, പറയുന്നുണ്ട് എല്ലാവരും കേട്ടോ. എനിക്ക് എന്താ പറയാ, നല്ല സന്തോഷം. ഞാൻ വെല്ലായിപ്പോ നിങ്ങളുടെ ഇത് കേട്ടിട്ട് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടോ? അസൂറ നൗഷാദ് എന്താ പറയുന്നേ? അസൂറ എന്താ പറയാനുള്ള? ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കുടെയും നിലനിൽപ്പിന് ഭക്ഷണം അത്യാവശ്യം പോലെ തന്നെയാണ് ആരോഗ്യവും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതിനാദ്യം നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുത്തുക, കൃത്യമായ വ്യായാമം, മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുക, പിന്നെ വൈറ്റമിൻസ് മിനറൽസ് അടങ്ങിയ ഭക്ഷണം കഴിക്കല്, പിന്നെ ചിട്ടയായ ജീവിതചര്യങ്ങളൊക്കെ ഒരു ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ്. ഹലോ മാം. നമ്മുടെ എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായത് നമ്മളുടെ തന്നെ ഉത്തരവാദിത്വമാണ് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ഹെൽത്ത് കൺസിഡർ ചെയ്യണം. നല്ല പ്രോപ്പർ ഹെൽത്ത്, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകുക, അതിനുവേണ്ടി വ്യായാമങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ വെൽനെസ്, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കുറെ നേരം മുഴുകുക, അത് നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കും. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് മനസ്സിലായത് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇനി പറയാം. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് നിങ്ങൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കേട്ടോ പറയുന്നത്. വേറെ അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാണ് ഡീറ്റെയിൽ ആയിട്ട്. ഈ PDF-നേക്കാളും കൂടുതൽ ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? PDF-ലുള്ളതിനേക്കാളും? എന്താണ് എന്താ പറഞ്ഞേ? ഓരോന്ന് പറഞ്ഞു തന്നപ്പോഴും മാം അത് കുറെ ഉദാഹരണം സഹിതം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. മനസ്സിലായല്ലേ? ഓക്കെ, അതായത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, അതായത് ഒരു സന്തുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് കൊണ്ടുപോകാനായിട്ട് ആരാണ് മുൻകൈ എടുക്കേണ്ടത്? ഓരോ വ്യക്തികൾ തന്നെയാണ്. ഇപ്പോ നിങ്ങളുടെ
സന്തുഷ്ടമായിട്ടുള്ളൊരു ജീവിതം അല്ലെങ്കിൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കണമെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. മറ്റാരെ കൊണ്ടും അതിന് സാധിക്കില്ല. മറ്റ് ആളുകൾ ചിലപ്പോ അതിന് ഘടകങ്ങളായിട്ട് ഇത് എന്തെങ്കിലും പാട്ട് കേൾക്കുന്നുണ്ടോ? ഡിസ്റ്റർബൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഉണ്ട് ടീച്ചറെ, പാട്ട് കേൾക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഞാനൊന്ന് വോയിസ് കുറച്ച് വെക്കാൻ പറയട്ടെ. ഒരു ടീച്ചേഴ്സ് പ്രാക്ടീസിലാണ്, ഡാൻസ് പ്രാക്ടീസിലാണ്. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഞാൻ ജീവിതമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കേണ്ടത് അല്ലെങ്കിൽ സന്തുഷ്ടമാക്കേണ്ടത് നമ്മളുടെ കടമയാണ്, അല്ലെങ്കിൽ അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. വേറെ ആർക്കും അതിനകത്ത് യാതൊരു പങ്കുമില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതം നല്ലതാക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ആരാ വിചാരിക്കേണ്ടത്? നമ്മൾ തന്നെ നിങ്ങൾ തന്നെ വിചാരിക്കണം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഹെൽത്തിന് തന്നെയാണ് അല്ലെ. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. കുറെ അധികം പൈസ ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല, വളരെ നല്ല ജോലി ഉണ്ടായിട്ട് കാര്യമില്ല. ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ജോലി ചെയ്യാനും പറ്റില്ല, പൈസ ഉണ്ടാക്കാനും പറ്റില്ല അല്ലെ. അപ്പൊ ഹെൽത്തിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഹെൽത്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കുക, അതുപോലെ ഡെയിലി കുറച്ചു നേരം നമ്മൾ വ്യായാമം ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. എന്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, 3 ദിവസം ചെയ്തു, 4-ാം ദിവസം നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ ആ കാര്യത്തിന് ഫലം ഉണ്ടാവില്ല. അത് എന്ത് കാര്യമാണെങ്കിലും, ഇതിപ്പോ നമ്മളിപ്പോ ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മളൊരു എക്സസൈസ് ചെയ്യുവാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിക്കുവാണെങ്കിലോ, നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കണം. സ്ഥിരമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ആ കാര്യം കിട്ടുക, നമ്മൾക്കൊരു സക്സസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ വിജയത്തിലെത്തുക. നമ്മൾ എന്താണോ കാര്യം ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാര്യത്തിലേക്ക് നമ്മൾ എത്തുക. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ഹെൽത്തിനായാലും അതുപോലെ മെന്റൽ ഡെവലപ്മെന്റിനായാലും എന്ത് ഫിസിക്കൽ ഫിറ്റ്നസിനായാലും ഒക്കെ നമ്മുടെ കൺസിസ്റ്റൻസി ആണ് നമുക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കേട്ടോ. അത് സ്ഥിരമായിട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതിലാണ് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഹെൽത്ത് എന്ന് പറഞ്ഞാല് എന്താണ്? ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു വേർഡിൽ നമുക്ക് അതിനെ പറയാനായിട്ട് പറ്റും. രോഗങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, രോഗങ്ങൾ ഇല്ലാതിരിക്കുക, ഒട്ടും തന്നെ രോഗങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അല്ലെ. രോഗങ്ങൾ ഇല്ലെങ്കിൽ തന്നെ എന്താണ്? നമുക്ക് പ്രശ്നങ്ങള് എന്താ പറയാ ഒരുവിധം കുറയും അല്ലെ. നമുക്ക് എപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അസ്വസ്ഥരാകാറുണ്ടോ? ഉണ്ടാവും അല്ലെ, ഇല്ലേ? ഉണ്ടല്ലേ. ഓക്കെ. രോഗം വരുമ്പോ എന്തൊക്കെയായിരിക്കും? നമുക്ക് പലതരത്തിലുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടാവില്ല, ആശങ്കകളൊക്കെ ഉണ്ടാവില്ലേ? എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇപ്പോ പരിചിതമല്ലാത്തൊരു രോഗം നമ്മുടെ ഇതിൽ വന്നു, രോഗം വന്നിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ മാറുന്നില്ല. നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും? ഒന്ന് പറയാമോ? ടെൻഷൻ വരും ആദ്യം. എന്തെങ്കിലും വലിയ അസുഖമാണോ എന്നല്ല ചിന്തിക്കാൻ തുടങ്ങും. എന്തെങ്കിലും വലിയ അസുഖം ക്യാൻസർ ആണോ അല്ലെങ്കിൽ എനിക്ക് അതാണോ ഇതാണോ അതൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടില്ലേ വെറുതെ ഇങ്ങനെ അല്ലേ. അപ്പോ രോഗങ്ങൾ മെന്റലി നമ്മൾ ഡൗൺ ആകും, നമ്മൾക്ക് യാതൊന്നും ചെയ്യാൻ തോന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് രോഗങ്ങൾ വരുമ്പോ വേറെ ആരുമില്ല, നമ്മൾ തന്നെ അനുഭവിക്കണം അല്ലെ. മറ്റുള്ള എന്തെങ്കിലും കാര്യമെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യാം. ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. രോഗം വരുമ്പോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമ്മൾ അനുഭവിക്കണം അല്ലെ. എന്ത് രോഗം വന്നാലും അത് നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്, വേറെ ആർക്കും അതിനകത്ത് ഒരു പങ്കുമില്ല. അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്കാണ് മനസ്സിലാവുക, മറ്റുള്ളവരെക്കാളും കൂടുതൽ നമുക്കാണ് അത് എക്സ്പീരിയൻസ് ഉണ്ടാവുക അതിന്. അപ്പോൾ രോഗങ്ങളിൽ നിന്നുള്ള ഫ്രീ ആയിട്ടുള്ള, രോഗങ്ങൾ ഇല്ലാതെയുള്ള അതിനെ ഒരു ശാരീരികമായുള്ള ഒരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നേ? ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രോഗങ്ങൾ ഇല്ലാതിരിക്കുമ്പോ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ക്ഷേമം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആ ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ
നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ സ്റ്റേബിൾ ആകും, രോഗങ്ങളൊക്കെ ഇല്ലെങ്കിൽ കേട്ടോ. ഇപ്പൊ ഒരു മൂഡ് സ്വിങ്ങിനെ പോലെ നമുക്ക് ചിലപ്പോ നമ്മളെ അത് മോശകരമായിട്ട് നമ്മളെ അഫക്ട് ചെയ്യും. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരിക, പഠിക്കുമ്പോൾ ഉറക്കം വരിക, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഉറക്കം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോ തലവേദന ഉണ്ടാവുക, തുമ്മൽ ഉണ്ടാവുക, ജലദോഷം ഉണ്ടാവുക, ഇതൊക്കെ എന്താണ് നമ്മളെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഇല്ലാതിരിക്കുക എന്നുള്ളത്, നല്ല പ്ലസന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പറയുന്നത് എന്താണ്, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഹെൽത്ത് 2 കാര്യങ്ങളാണ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ ആണോ? അതെ മാം. സോറി മാം, എല്ലാം മനസ്സിലായില്ല എന്നില്ല, കുറച്ച് ഇംഗ്ലീഷില് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ ഹെൽപ്പ് ഉണ്ടാവും മാം. ഏകദേശം ഫുള്ളായിട്ട് മലയാളം നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. അതിന് മിഡിലിൽ ചോദിക്കാനും പറ്റില്ല. നമുക്ക് വേറെവരെല്ലാം പറയുമ്പോ അത് എന്ത് ചോദിക്കണമെന്ന് വിചാരിച്ചത് തന്നെ മറന്നിട്ട് പോയിട്ടുണ്ടാന്ന്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് അല്ലെ. ഞാൻ കുറച്ച് നോട്ട്സ് ആയിട്ട് തരാം അങ്കിതയ്ക്ക് വേണ്ടിയിട്ട്. കുറച്ച് ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താലും മതി മാം. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങി അങ്ങനെ കൊണ്ടുവരാം. ഒരാളുണ്ടല്ലോ ലാസ്റ്റൊക്കെ പറയാന്ന് വിചാരിച്ചു. അപ്പൊക്ക് കുറച്ച് ഫുള്ള് ഡൗട്ടാണ്. കൊറേ വേർഡ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല മലയാളം. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ ഇവിടെ ക്ലാസ് ആദ്യം മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓക്കെ. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയാ ഭയങ്കര ഉത്സാഹത്തോടു കൂടി നമ്മൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുക. നമ്മളെ ഡേ ടു ഡേ നമ്മുടെ വർക്കുകൾ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഫിസിക്കൽ ഫിറ്റ്നസുമായിട്ട് റിലേറ്റഡ് ആണ്. ആണോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒന്ന് പറഞ്ഞ നിങ്ങള് ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ആരെങ്കിലും. ഫിസിക്കൽ ഫിറ്റ്നസും നമ്മുടെ ഡേ ടു ഡേ വർക്കും എന്തൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട്? ഡെയിലി എക്സസൈസ്. ഡെയിലി എക്സസൈസ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമുക്ക് ഉണ്ടാവുക? ഫിസിക്കലിന് ഫിറ്റ് ആവും. പിന്നെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവും. ഉറക്കം തൂങ്ങിയിരിക്കോ? മെന്റലി ഫ്രീ ആവും. ഇരിക്കുന്നവർക്ക് ഉറക്കം വരാറുണ്ടോ പകൽ? അങ്ങനെ വരില്ല. എക്സ്പീരിയൻസ് ഉണ്ടോ വൈഷ്ണവി? ഞാൻ എക്സസൈസ് ചെയ്യുന്ന ഒരാളാ. കുറച്ച് നാളായിട്ട് ഡയറ്റും എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരാളാ. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്റെ ബോഡിയിൽ എനിക്ക് കാണാൻ പറ്റാറുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്നാലേ എനിക്ക് ഉറക്കം വരുമായിരുന്നു. അല്ലെങ്കിൽ കുറച്ചേരം ഫോണൊക്കെ നോക്കുമ്പോ എനിക്ക് ഉറക്കം വരുമായിരുന്നു. ഇപ്പൊ പക്ഷെ ഞാൻ ഡയറ്റും അതുപോലെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോ ഒരു എനർജി ഒക്കെ ഫീൽ ചെയ്യും. ഇപ്പൊ നൈറ്റ് മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ. ഉച്ചയ്ക്കൊന്നും അങ്ങനെ ഉറങ്ങാറില്ല. ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഉറക്കം വരുമായിരുന്നു. മുഖമൊക്കെ പോയി കഴുകുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല. നമ്മുടെ എല്ലാ ഡേ ടു ഡേ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള എനർജി നമുക്കുണ്ട്. ഡയറ്റ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്? വീട്ടിലിരുന്നാണോ അല്ലെങ്കിൽ വീട്ടില് തന്നെയാണ് നോക്കുന്നത്. പുറത്തേക്കൊന്നും അങ്ങനെ പോവാറില്ല. വീട്ടിൽ തന്നെ ഡയറ്റ് നോക്കുക. ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത്. എന്തൊക്കെയാണ് പാടെ കട്ട് ചെയ്തത്? എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് പറയാമോ? ഡയറ്റിൽ ശ്രദ്ധിച്ച എന്തൊക്കെയാണ്? ഞാന് പുറത്തെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കി. പിന്നെ സ്വീറ്റ്സ്, ഈ ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി. ഫുഡ് നമ്മളിപ്പോ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ റൈസ് അതിന്റെ ഒക്കെ ക്വാണ്ടിറ്റി നല്ലോണം കുറച്ച്, നൈറ്റ് സാലഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് മാത്രമാക്കി. അങ്ങനെ ആക്കി. അതായത് ഇപ്പോ ഡെയിലി ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോ ദോശ, ഇഡ്ഡലി ഒക്കെ ആണെങ്കിൽ മിനിമം 2 എണ്ണം അങ്ങനെ ആക്കി. പിന്നെ അതിലും കൂടുതൽ ഇപ്പോ കറികളാണെങ്കിലും വെജിറ്റബിൾസ് കൂടുതലുള്ള ഫുഡ്, ഇലക്കറികള് അതൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തി. ഉച്ചയ്ക്ക് റൈസ് കുറച്ച് മാത്രം, അതിൽ കൂടുതലും വെജിറ്റബിൾസ് ആയിരിക്കും. പിന്നെ നൈറ്റ് സാലഡ് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ
പിന്നെ യോഗ ചെയ്യും. അങ്ങനെയൊക്കെ ഇപ്പൊ ഓക്കെ, ഡയറ്റ് അതാണ് നോക്കുന്നത്. എക്സസൈസ് ആയിട്ട് അതാണ് യോഗയാണ് ചെയ്യുന്നത്. ആ അതെ. ഓക്കെ, അപ്പൊ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങി അല്ലേ? ആ മൈൻഡ് ഭയങ്കര ഫ്രീ ആയിരിക്കും. മൈൻഡ് ഭയങ്കര ഫ്രീ ആണ് അല്ലേ? ചോദിച്ചതാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഓക്കെ ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവും അത്. ഞാൻ വന്നിട്ട് കുറച്ച് നാള് ചെയ്തോണ്ടിരുന്നു ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്തോണ്ടിരുന്നു വീട്ടിൽ തന്നെ. അപ്പോ നല്ല നമുക്കിപ്പോ മൈൻഡ് റിലാക്സ് ആകുന്നുണ്ട്. പിന്നെ അതേപോലെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോ രാവിലെ തന്നെ നമ്മൾ ടെൻഷൻ ഇപ്പൊ ഉറങ്ങി എണീക്കുമ്പോ തന്നെ നമുക്ക് ടെൻഷൻ തുടങ്ങൂലോ. അപ്പൊ അതൊക്കെ അത് ഒത്തിരി ഇല്ലാതെയൊക്കെ ഇരുന്നു. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എനിക്ക് അത് പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് ഇപ്പോഴും ടെൻഷനായി 24 മണിക്കൂർ. അയ്യോ ദൈവം, ഇനി അടുത്തെന്താ എന്നുള്ള ടെൻഷൻ. അപ്പൊ അങ്ങനെ ഞാൻ എക്സസൈസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് മൈൻഡ് രീതി, ഹെൽത്ത് രീതിയാണെങ്കിലും ഹെൽത്ത് നല്ല ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് കൊടവയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ കൊടവയറൊക്കെ ഒന്ന് മാറി കറക്റ്റ് ആയിട്ട് വന്ന് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ പിന്നെയോ അതിന്റെയൊക്കെ ഓരോരോ നമുക്ക് തലവേദന, രാവിലെ എണീറ്റ ഉടനെ ഒരു തലവേദന വരും. അങ്ങനെ കുറെ. അപ്പൊ നമ്മള് ഫിറ്റ്നസ് ആയിട്ട്, അതായത് നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഇതായിരുന്നു. എനിക്ക് ആ സമയത്തൊക്കെ ജോലിക്ക് പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നടക്കുന്നില്ല. അപ്പൊ ഒരു ഹാപ്പി ഉണ്ടാവും. നമ്മൾ രാവിലെ എണീറ്റ് പിള്ളേരുമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ച് അവർക്കും ഒരു സന്തോഷം, അവരെയും കൂടെ ഞാൻ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോ അവർക്കൊരു സന്തോഷം, നമുക്കും അതൊരു ഇതായിട്ടിരുന്നു. ഹലോ, അഞ്ജനയാണോ? അഞ്ജനയാണ്. ഞാനും ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് 5 മണിക്കൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം നടന്നിട്ട് വീട്ടിലെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉറക്കത്തോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. അതായത് നമ്മ അങ്ങനെ നടന്ന് വന്നതിന് ശേഷം നമ്മ അങ്ങനെ എഴുന്നേറ്റ് വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത്, അതുപോലെ ഞാനും ഡയറ്റ് എടുക്കുന്ന ഒരാളാണ്. അതായത് എണ്ണപ്പലഹാരം കുറച്ചു, ഷുഗർ കുറച്ചു, അങ്ങനെല്ലാം. അപ്പൊ നമുക്ക് നമ്മളെ മനസ്സിനായാലും ശരീരത്തിനായാലും ഒരു രോഗമില്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒരിത് ഉണ്ട്. നേരത്തെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. നടന്ന ക്ഷീണത്തിനാണെങ്കിൽ നമുക്ക് ആ ഉറക്കം കൃത്യസമയം ഉറങ്ങാം. ഇല്ലെങ്കിൽ ഫോണെല്ലാം നോക്കി ഒരു 12 മണി അങ്ങനെല്ലാം ആകുമ്പോൾ ഉറങ്ങുന്നവര് ഇപ്പം ഒരു 9 മണി 9:30 കിടക്കാൻ പറ്റുന്നുണ്ട്. ഫുഡ് കുറച്ചു, റൈസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. ഉച്ചക്ക് കുറച്ചെടുത്തിട്ട് വെജിറ്റബിൾ കൂടുതൽ ആഡ് ആക്കിയിട്ട് രാത്രി റൈസേ ഇല്ലാതെ ദോശ, സലാഡ് അങ്ങനെയെല്ലാം കഴിക്കുന്നുണ്ട് ഇപ്പൊ. കഴിക്കുന്നുണ്ട് അല്ലേ? അപ്പോ എന്താ നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, എന്താ പറയാ, നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ, ഡേ ടു ഡേ ലൈഫിലുള്ള അല്ലെങ്കിൽ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉത്സാഹത്തോടു കൂടി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്, ഉറക്കം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വെൽനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഞാൻ നേരത്തെ പറഞ്ഞു, വെൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം കണക്റ്റഡ് ആണ്, പല ഫാക്ടേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് വെൽനെസ് എന്ന് പറയുന്നത്. സുഖം, സമാധാനം, സന്തോഷം, ഇത് മൂന്നും ഉണ്ടെങ്കിലാണ് നമുക്ക് ഓവറോൾ വെൽഫെയർ ഉണ്ടാവാന്നാണ് പറയുന്നത്. അപ്പൊ 3 ഫാക്ടറും, സുഖമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്? നിങ്ങൾ ഓൾറെഡി വെല്ലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ചില ടിപ്സുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഇഷ്ടമുള്ള ആളുകളുമായിട്ട്, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോവുക, സ്ഥലത്തിലായിക്കോട്ടെ, ടെമ്പിളിലായിക്കോട്ടെ, ചർച്ചിലായിക്കോട്ടെ, അങ്ങനെയുള്ള അവിടെയൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ രൂപപ്പെടുത്തിയെടുക്കുക പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങളിൽ തന്നെ ഇപ്പൊ നിങ്ങളിപ്പോ കുറച്ച് ആളുകളുണ്ട് അല്ലെ, നിങ്ങളുമായിട്ട് പരസ്പരം മിങ്കിൾ ചെയ്യാം. നിങ്ങൾ തന്നെ ഒരു ഫ്രണ്ട് സർക്കിൾ രൂപപ്പെടുത്തിയെടുത്താല് നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പി അല്ലെങ്കിൽ സാഡ്നെസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരുമായിട്ട് പരസ്പരം ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് അതിലൂടെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതൊക്കെ നമുക്ക് വെൽനെസ്സുമായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ഫ്രണ്ട് സർക്കിൾ ഒക്കെ രൂപപ്പെടുത്തിയോ? നിങ്ങൾ ഗ്രൂപ്പ് ഒക്കെ ആയോ? എല്ലാവരുമായിട്ട് ആയല്ലേ? എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻ വന്നു. അപ്പൊ അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാ കേട്ടോ. എന്തെങ്കിലും ഒരു കുഞ്ഞ് ലൈഫിൽ ഒരു കുഞ്ഞു കാര്യം ആയിക്കോട്ടെ നിങ്ങളുടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവരുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഗ്രൂപ്പ് കിട്ടിയിട്ടില്ലല്ലോ. ഗ്രൂപ്പ് ഒന്ന് ആഡ് ചെയ്യാത്തവരൊന്ന് ആഡ് ചെയ്യൂ കേട്ടോ നിങ്ങള്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമുക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ക്ലാസ് നന്നായിരുന്നു കേട്ടോ. നല്ല ക്ലാസ് മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാം. അതെ, ആക്ഷൻ സോങ് ആക്ഷൻ കാണണ്ടേ? എന്നാലല്ലേ അത് ആക്ഷൻ സോങ് ആവുള്ളൂ. ഇല്ല, അത് പാടുന്നുണ്ടല്ലോ, അതായാലും മതി. ഇത് കാണിക്കാൻ താല്പര്യം, നമുക്ക് എല്ലാവരെയും കമ്പൽ ചെയ്യാൻ പറ്റില്ല വീഡിയോ ഓൺ ചെയ്യാനായിട്ട്. ചിലർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാം. അതുകൊണ്ട് അങ്ങനെ ഇല്ല, താല്പര്യം ഇല്ലാത്തവർക്ക് ഓഡിയോ മാത്രം മതിയാവും, പ്രശ്നമില്ല. ഇനി ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ആക്ഷൻ സോങ് മാത്രം പറ്റുമോ? വേറെ നമുക്ക് ഐറ്റംസ് പറ്റും, പോയം റെസിറ്റേഷൻ അതുപോലെ അതൊക്കെ പറ്റും, എല്ലാരും പറ്റും കേട്ടോ. റോൾ പ്ലേ ഒക്കെ പറ്റും. റോൾ പ്ലേ ഒക്കെ ചെയ്യാം. നമുക്ക് ഒരു സോഷ്യൽ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് റോൾ പ്ലേ ചെയ്യാം, അതൊക്കെ ചെയ്യാം കേട്ടോ. മാം പറഞ്ഞോളൂ. സൈൻ ഔട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പറയട്ടെ? സൈൻ ഔട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ. സ്മാർട്ട് സ്ക്രീനിലോട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ. ഹലോ മാം, ഓഡിയോ ആയിട്ട് എങ്ങനെയാണ് അത്? എത്ര മണിക്കാണ് കേൾക്കാൻ പറ്റുക ക്ലാസ്? ഈ ക്ലാസ് നാളെയാണ് ഉണ്ടാവുക, റെക്കോർഡ് കേൾക്കാനായിട്ട് പറ്റുക കേട്ടോ. എത്ര മണിക്കായിരിക്കും? അത് രാവിലെയാണ്, ഒരു 10 മണിക്ക് ശേഷമായിരിക്കും ഇടുക. കറക്റ്റ് ടൈം എനിക്ക് അറിയില്ല. നാളെ ഉണ്ടാവുന്നത് രാവിലെ ഇടുന്നതായിരിക്കും കേട്ടോ. സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ. Good afternoon, ma'am. Ma'am, as we come to the end of this class, I want to take a moment to express my gratitude for all that you have done for us. Your passion for teaching is truly inspiring, and we are lucky to have the opportunity to learn from you. We will always appreciate the time and effort you have done for us. Shidi ma'am, thank you for being such an important part of this journey and helped us to grow. Thank you, my dear friends, for participating in this session. Once again, thank you so much, my dear friends and teacher. Thank you so much. അപ്പൊ നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ. Okay, നെക്സ്റ്റ് വീക്ക് എല്ലാവരും ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു.